സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കോതമംഗലം ദുരന്തം പല താക്കീതും നൽകുന്നു. പ്രണയത്തിൽ കുടുങ്ങി വിവാഹം കഴിയും മുമ്പേ ഇറങ്ങിച്ചെന്ന ക്രൈസ്തവ പെൺകുട്ടിയുടെ അനുഭവം കപട സമൂഹത്തിൽ ആരെയും ഞെട്ടിച്ചിട്ടില്ല. അന്നേ പറഞ്ഞതല്ലേ എന്ന് നിയതി മാത്രം ചോദിക്കുന്നു. മതം മാറി ഭർത്തൃബന്ധുക്കൾക്കൊപ്പം ഒതുങ്ങിക്കഴിയാനുള്ള ഭീഷണിക്ക് വഴങ്ങാത്തതിനാൽ പ്രണയനാട്യക്കാരന്റെ പീഡനമേറ്റ് ജീവനൊടുക്കിയ പെൺകുട്ടിയുടെ അനുഭവം ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന പ്രീണന രാഷ്ട്രീയക്കാരെയോ സ്വഗണത്തെ അന്യായമായി ന്യായീകരിക്കുന്ന മതനേതാക്കളെയോ അതോ ഇരകളെയോ? ആദ്യം ഓർമ്മിക്കേണ്ടതും സ്വന്തം രക്ഷ പാലിക്കേണ്ടതും ഇരകളാകാൻ സാധ്യതയും തിടുക്കവും ഉള്ളവർ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പ്രണയത്തിന്റെ പോർമുന ഏൽക്കാൻ തിടുക്കപ്പെടുന്നവരും മക്കളുടെ പോക്കിലൊന്നും കുഴപ്പം കാണാതെ പുരോഗമന മനസ്കരെന്ന് ഭാവിക്കുന്ന മാതാപിതാക്കളും മറക്കേണ്ട. നിങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തവും ദുരന്തങ്ങൾക്കുള്ള ഉത്തരവാദിത്തവും നിങ്ങളുടേത് തന്നെയാണ്. കൂടുതൽ പറയും മുമ്പ് പ്രണയം ഭാവിച്ച് ആ പെൺകുട്ടിയെ ചതിച്ച മതക്കെണിക്കാരന്റെയും അവന്റെ വീട്ടുകാരുടെയും ദുഷ്ടത തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം. പ്രണയം അഭിനയിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നത് തനിക്ക് സ്വർഗം നേടാൻ അല്ലെങ്കിൽ സ്വന്തക്കാരെ തൃപ്തിപ്പെടുത്തുവാൻ പെൺകുട്ടിയെ തന്റെ മതത്തിലേക്ക് മാറ്റണമെന്ന് മാത്രമായിരുന്നില്ലേ? അതിനുവേണ്ടി അവളെ പീഡിപ്പിക്കുന്നതും അവളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതും അവന്റെ സ്വർഗത്തിന് തടസ്സമല്ല. അവൾ മതം മാറാതെ ഇരിക്കുന്നത് മാത്രം അവനും അവന്റെ വീട്ടുകാർക്കും സ്വർഗം കിട്ടാൻ തടസ്സം. തലയ്ക്കുള്ളിലെ മതബോഷത്വമാണോ മതക്കാരുടെ പ്രീതി നേടാനുള്ള ഉദ്ദേശമാണോ ഈ ദുഷ്ടതയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് അവർക്കേ അറിയൂ. നാം മനസ്സിലാക്കുന്നിടത്തോളം ഇത് തലയിൽ ഉറച്ച മതത്തിന്മ തന്നെ. അനാശാസ്യം നടത്തുവാനും മറ്റേർപ്പാടുകൾക്കും തലയിലെ മതബോധം തടസ്സമല്ല. മതം മാറ്റാമെന്ന മുൻകൂർ ഗൂഢപദ്ധതിയോടെ പ്രണയം നടിച്ച് ഇറക്കി കൊണ്ടുവന്നതിന് മതബോധം തടസ്സമല്ല. അവളെ ജീവൻ ഒടുക്കും വിധം പീഡിപ്പിച്ചതിന് മതം തടസ്സമില്ല. ഇതിനെയാണ് രാഷ്ട്രീയ കാപട്യമേ പ്രണയച്ചതിയെന്നും പ്രണയക്കെണിയെന്നും മലയാളത്തിൽ വിളിക്കുന്നതും ലവ് ജിഹാദ് എന്ന് സങ്കര ഭാഷയിൽ വ്യവഹരിക്കുന്നതും. ഇത് രാഷ്ട്രീയ കാപട്യത്തിനെ മനസ്സിലാകാത്തതല്ല. ലവ് ജിഹാദ് എന്ന വാക്കിന്റെ വ്യാകരണത്തിൽ കടിച്ചു തൂങ്ങി തർക്കിച്ചു പോരുന്ന രാഷ്ട്രീയ നേതാക്കളെ തിരുത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ കാപട്യം കേരള സമൂഹം തിരിച്ചറിയുവാൻ ഇക്കാര്യം വിസ്തരിച്ച് ഓർമ്മിപ്പിച്ച് മതിയാകൂ. തങ്ങളുടെ ചെറുപ്പക്കാർ ചെയ്യുന്ന മതബദ്ധമായ വഞ്ചന അങ്ങനെയില്ലെന്ന് വരുത്തുവാനും സത്യം പറഞ്ഞവരെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ച മതനേതാക്കളുടെ തനി നിറവും ആവർത്തിച്ച് കേരള സമൂഹത്തോട് പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ എന്താണ് തർക്കിച്ചത്? ലവ് ജിഹാദ് ഇല്ലെന്ന്. ആ വാക്കിന് നിങ്ങൾ ഏത് യന്ത്രത്തിലിട്ട് അലക്കി വെളുപ്പിച്ചോളൂ. പക്ഷേ പ്രണയം ഭാവിച്ചു പെൺകുട്ടികളെ ചതിക്കുന്ന മതടിസ്ഥാനമുള്ള ദുഷ്ടത നിങ്ങളിലെ പല ചെറുപ്പക്കാർക്കുമുണ്ട് എന്ന സത്യം മറഞ്ഞിരിക്കില്ല. മറ്റൊരു കാരണത്താലും കൊല ചെയ്യുമെന്ന് കരുതാത്ത ചെറുപ്പക്കാരനും അവന്റെ മാതാപിതാക്കളും മതത്തിന്റെ മാത്രം പേരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടെങ്കിൽ അത് തലയിൽ കുടുങ്ങിക്കെട്ടിയ ദുഷ്ടമായ മതബോഷത്വത്തിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവർത്തനമാണ് അവനെ കണ്ടാൽ അവൻ വേണമെന്ന് തന്റെ ഇച്ഛാശക്തിക്ക് അതീതമായി വീണ്ടും തോന്നുമെന്ന് പറയുന്ന അടിമസ്ഥിതി പെൺകുട്ടികൾക്ക് വരുത്തിവെക്കുന്നത്. പ്രഭാപൂർണനായ മാലാഖിയുടെ വേഷം കെട്ടിവരുന്ന ദുഷ്ടതയെയും പ്രണയവഞ്ചനയെയും പെൺകുട്ടികൾ തിരിച്ചറിയാതെ പോകുന്നെങ്കിൽ അതിന്റെ പിന്നിലും ഇതേ ദുഷ്ടശക്തിയുടെ പ്രവർത്തനമാണ്. അത് കേവലം ആദ്യ ദർശനത്തിലെ സ്വാഭാവിക അനുരാഗമെന്നും നിഷ്കളങ്ക വികാരമെന്നും നിസ്സാരമായി കരുതേണ്ട, കാൽപ്പനികമായി മഹത്വവൽക്കരിക്കേണ്ട. ഇത് ദുഷ്ടശക്തിയെ ഉപയോഗിച്ചുള്ള കെണിയൊരുക്കലാണ്. ഒരിക്കൽ അടുത്താൽ തിരിച്ചു പോരാൻ കഴിയാത്ത വിധം കുടുക്കുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തനമാണ് തങ്ങളെ ആകർഷിക്കുന്നതെന്ന് പെൺകുട്ടികൾ തിരിച്ചറിയണം.
ചിലരെങ്കിലും ഇത്തരം ദുഷ്ടശക്തിയെ ഉപയോഗിച്ച് തങ്ങളെ വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും, വിശ്വാസത്തെക്കാൾ വലുത് വഴിയെ പോകുന്നവന്റെയും വലിഞ്ഞു കയറുന്നവന്റെയും പുറകെ നടക്കുന്നവന്റെയും കെണിയൊരുക്കുന്നവന്റെയും പ്രണയമാണെന്ന് നിശ്ചയിച്ച് ശാസനങ്ങളെല്ലാം ധിക്കരിച്ചു തള്ളുന്ന പെൺകുട്ടികൾ മറക്കേണ്ട. നിങ്ങളുടെ ആസക്തി നിങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ ഹാംലിംബിലെ പൈഡ് പൈപ്പറുടെ പിന്നാലെയാണ് പോകുന്നത്. എങ്ങോ മറയാൻ മാത്രം. സ്വഗോത്രത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പഴയ നിയമമല്ല, പുതിയ വിവേകവും നിങ്ങളോട് പറയുന്നു. പ്രണയത്തിന് കണ്ണില്ലെന്നും ജാതിയും മതവും വിശ്വാസവുമില്ലെന്നും പറഞ്ഞു തരുന്ന പൊതുപാഠം തന്നെ ലോകാരൂപിയുടെ സൃഷ്ടിയാണ്. എല്ലാവരെയും എളുപ്പം സ്പർശിക്കുന്ന പ്രണയമെന്ന വികാരം ആയുധമാക്കി ചെറുപ്പക്കാരെയും കുടുംബങ്ങളെയും ഒറ്റയടിക്ക് തകർക്കാനുള്ള പൈശാചിക പദ്ധതിയുടെ പ്രവൃത്തി. മറ്റാരും പറഞ്ഞു തന്നില്ലെങ്കിലും ഇക്കാര്യം ഓർമ്മയിൽ വെക്കുക. ദുരന്തം എല്ലാവരെയും ഒരുപോലെ ബാധിക്കില്ല. ബാധിച്ചാൽ ദുഷ്ടന്റെ പദ്ധതിക്കെതിരെ സാർവത്രിക ജാഗ്രത വരും. അതുണ്ടാകാതിരിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ഉദാഹരണങ്ങളെ ദുഷ്ടൻ ബാക്കി നിർത്തും. അത് കണ്ട് തിന്മ നന്മയാണെന്ന തെറ്റിദ്ധാരണയിൽ കുടുങ്ങാതിരിക്കുവാൻ പെൺകുട്ടികൾക്ക് കഴിയട്ടെ. വേണ്ടതിലേറെ മുന്നറിയിപ്പുകളും താക്കീതുകളും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ക്രൈസ്തവ പെൺകുട്ടികൾക്കായി നൽകപ്പെട്ട് കഴിഞ്ഞു. ഇനിയും അതിനെ അവഗണിക്കുന്നവരെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. ലവ് ജിഹാദ് എന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും പ്രണയമെന്ന പാക്കേജിൽ വരുന്ന ആ ദുഷ്ട യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പിനെ മുഖവിലക്കെടുക്കുക. ചങ്കു തകർക്കുന്ന അനുഭവത്തിന് മുമ്പിൽ വാവിട്ട് കരയുന്ന സാഹചര്യം തങ്ങൾക്കും വീട്ടുകാർക്കും ഉണ്ടാകാതിരിക്കാൻ, ജീവനൊടുക്കുന്ന ദുരന്തത്തിൽ പതിക്കാതിരിക്കുവാൻ, മുന്നറിയിപ്പിനെ പരിഹസിക്കാതിരിക്കാനുള്ള എളിമയെങ്കിലും പെൺകുട്ടികൾക്ക് വേണം. കാരണം ലവ് ജിഹാദിനെ കുറിച്ച് മുന്നറിയിപ്പും പിന്നറിവും വേണ്ടത്ര പാഠവും പറഞ്ഞു തരുന്നവരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവർ തന്നെയാണ് ദുരന്തങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദി. കേരളത്തിലെ ഒരു ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവും കക്ഷികളും ഈ തിന്മയെ തുറന്ന് വിമർശിക്കാൻ മുന്നോട്ട് വരില്ല. മുന്നറിയിപ്പ് നൽകിയ കല്ലറങ്ങാട്ട് പിതാവിനെ ക്രൂശിക്കുവാൻ ചിലർ കാട്ടിയ ആവേശവും മറക്കാൻ കഴിയുന്നതല്ലല്ലോ. ഉത്തരാഖണ്ഡ് തൽക്കാലം അകലെയാണ്, എന്നാൽ അത് വിദൂരത്തല്ല. കേരളത്തിലും ചിലരുടെ മനസ്സുകളിൽ ഉത്തരാഖണ്ഡുകൾ പിറന്നു കഴിഞ്ഞു. കമന്റ് ബോക്സുകളിൽ അത് തെളിയുന്നു. നിർബന്ധിത മതപരിവർത്തനം എന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയും 10 ലക്ഷം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യാൻ ഒരുങ്ങുന്ന ഉത്തരാഖണ്ഡിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ കുറ്റത്തിന് പരമാവധി 10 വർഷം തടവ് ശിക്ഷയും 50,000 രൂപ പിഴയും അവിടെ ഉണ്ട്. അത് പോരെന്ന് തോന്നിയ മന്ത്രിസഭ ശിക്ഷ കടുപ്പിക്കാനുള്ള നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഇനി അവിടുത്തെ നിയമസഭയുടേതാണ് ബാക്കി ജോലി. ഈ ഉത്തരാഖണ്ഡിനെ പ്രശംസിച്ചും മതപ്രഘോഷകരെ കൊടും കുറ്റവാളികളാക്കി നിന്ദിച്ചും മലയാളത്തിലെ വർഗീയ കമന്റ് മേക്കേഴ്സ് സുഗരപ്രസവം പോലെ നടത്തുന്ന കൂട്ടപ്രചാരണം വഴി പലരുടെയും ഉള്ളിലിരിപ്പ് പുറത്തു വന്നു. സാധിക്കുമെങ്കിൽ കേരളത്തിലും വർഗീയ ജാതി മതാധിപത്യം കൊണ്ടുവരാൻ മടിക്കാത്തവരും ആഗ്രഹിക്കുന്നവരും ശ്രമിക്കുന്നവരുമാണ് ഇക്കൂട്ടർ. കഥ അറിഞ്ഞാണോ കപട മതേതരത്വം ബാധിച്ചാണോ എന്നറിയില്ല. കുറെ മലയാളി ക്രൈസ്തവ നാമധാരികളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് കാണാം. പേരുകൾ യാഥാർത്ഥ്യമോ കപടവിലാസമോ എന്നൊന്നും വ്യക്തമല്ല. ആദിവാസികൾക്കും ഗോത്രവർഗക്കാർക്കും മനുഷ്യമൂല്യം കൽപ്പിക്കാത്ത മധ്യേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും വർഗീയ ജാതി മേൽക്കോയ്മക്കാരെ അഥവാ തീവ്ര ഹിന്ദുത്വവാദികളെ അറിയാത്തവർ കേരളത്തിലെ മതഭൂരിപക്ഷ സമൂഹത്തിൽ പോലും കാണില്ല. പക്ഷേ ആ ആദിവാസികൾക്കും ഗോത്രവർഗക്കാർക്കും വേണ്ടി ക്രൈസ്തവ മിഷണറിമാർ പ്രവർത്തിച്ചാൽ ഒന്നുകിൽ അവർ മാവോയിസ്റ്റുകൾ, അല്ലെങ്കിൽ നിർബന്ധിച്ച് മതം മാറ്റുന്നവർ. ഇവയിൽ ഒന്ന് ആരോപിച്ച് ക്രൈസ്തവ പ്രവർത്തകരെ കൊടും കുറ്റവാളികളാക്കി
ജീവപര്യന്തം തുറുങ്കിൽ അടയ്ക്കുക എന്നതാണ് ഉത്തരേന്ത്യയിലെ വർഗീയ ജാതി ശക്തികളുടെ ഇപ്പോഴത്തെ തന്ത്രം. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഫാദർ സ്റ്റാൻസ്വാമിയെ ജയിലിൽ അടപ്പിച്ച് ഇല്ലായ്മ ചെയ്യിപ്പിച്ച അതേ ശക്തികളുടെ നീക്കം. അന്നാടുകളിലെ ഭരണാധികാരികൾ അതിന് കൂട്ടുനിൽക്കുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയും കേരളത്തിലെ വർഗീയ യൂട്യൂബർമാർ മാവോയിസ്റ്റ് ബന്ധവാർത്ത പടച്ചുവിട്ടത് പാഠം. ഉത്തരേന്ത്യൻ പ്രമാണിമാർ അടിമകളും അധസ്ഥിതരുമാക്കി മാറ്റിയ ആദിവാസികളും ഗോത്രവർഗക്കാരും ക്രൈസ്തവരായി പോയാൽ ഇന്ത്യയിലാകെ ക്രാക്കത്തൂവയും തമ്പോരയും പൊട്ടിപ്പടരും പോലും. ഭരണഘടന നൽകുന്ന മതസ്വീകാര തിരസ്കാര സ്വാതന്ത്ര്യവും മതപ്രഘോഷണ പ്രചാരണ സ്വാതന്ത്ര്യവും ഈ വളഞ്ഞ വഴിയിലൂടെ ഇല്ലായ്മ ചെയ്യാനാണ് ഉത്തരാഖണ്ഡിലെ ശ്രമം. നിർബന്ധം അഥവാ ഫലപ്രയോഗം, തട്ടിപ്പ്, അന്യായമായ സ്വാധീനം എന്നിവയിലൂടെ മതം മാറ്റുന്നവർക്കാണ് കഠിന ശിക്ഷ. കേൾക്കുമ്പോൾ ശരിയും ന്യായവുമെന്ന് ക്രൈസ്തവ കപട മതനിരപേക്ഷവാദികൾക്കും തോന്നുന്നെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ, അപകടം തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ. ഇങ്ങനെയൊരു നിയമം ഇല്ലെങ്കിലും നിർബന്ധിത മതം മാറ്റൽ കുറ്റകരമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നിയമം? 10 വർഷം തടവ് ശിക്ഷ ഏർപ്പാട് ചെയ്തിട്ടും നിർബന്ധിച്ചും മതം മാറ്റുന്ന കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല. ഉത്തരാഖണ്ഡിലാകെ മതമാറ്റിക്കൽ നടക്കുന്നു. ഇനി ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയാൽ അത് നിലയ്ക്കുമെന്നൊക്കെയാണോ ഭരണകൂടം അർത്ഥമാക്കുന്നത്? ഉത്തരം വേറൊന്നുമല്ല. നിർബന്ധിത മതമാറ്റൽ എന്നൊന്ന് അവർ കാണുന്നുമില്ല. അങ്ങനെയൊന്നിനെ അവർക്ക് തടയാനുമില്ല. പക്ഷേ അവർക്ക് ഏതുവിധ മതപ്രചാരണവും മതമാറ്റവും നിർബന്ധിത മതമാറ്റൽ ആണെന്ന് ആരോപിച്ച് തടയാൻ കഴിയണം. ഗർവാപ്പസി എന്ന പേരിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തി നടത്തുന്ന നിർബന്ധിത മതമാറ്റിക്കൽ ഒഴികെ ഏത് മതപരിവർത്തന കർമ്മവും തടയണം. കാർമ്മികരെ കുറ്റക്കാരാക്കി ജയിലിൽ അടയ്ക്കണം. യേശുക്രിസ്തു മനുഷ്യകുലത്തിന്റെ ഏക രക്ഷകനാണെന്ന ഇളക്കമില്ലാത്ത വിശ്വാസം ക്രൈസ്തവ പ്രവർത്തകൻ ഉദ്ഘോഷിച്ചാൽ, അത് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, ആ വിശ്വാസത്തിലേക്ക് ആരെയെങ്കിലും ക്ഷണിച്ചാൽ മാത്രം മതി നിർബന്ധം, തട്ടിപ്പ്, അന്യായ സ്വാധീനം എന്നീ കുറ്റങ്ങളെല്ലാം ഒന്നിച്ച് ആരോപിക്കാൻ. വഴിയെ പോകുന്ന വർഗീയ ഹിന്ദുത്വവാദിയുടെ ആക്ഷേപം മതി അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചാടി വീണ് കേസെടുക്കുവാൻ. വർഗീയ ശക്തികളെ പേടിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് അനുകൂലിക്കുന്ന കീഴ്ത്തല ന്യായാധിപന്മാർക്കും ന്യായവും അന്യായവും പ്രശ്നമാകില്ല. ക്രിസ്തുവിൽ വിശ്വാസം ജനിച്ച ഒരു ആദിവാസി സഭാംഗമാകാൻ ആഗ്രഹിച്ചാൽ ജ്ഞാനസ്നാനം ആവശ്യം. അതിനു മുന്നോടിയായി ക്രൈസ്തവ വേദപാഠം പഠിക്കണം. അത് പഠിപ്പിക്കുവാനും ജ്ഞാനസ്നാനം ചെയ്യിക്കാനും കാർമ്മികർ വേണം. അതായത് ക്രൈസ്തവനാകാൻ ഇച്ഛിക്കുന്ന വ്യക്തിക്ക് പുറമെ ഒരാളോ ഒന്നിലേറെ പേരോ ഇക്കാര്യങ്ങളിൽ ആവശ്യം. ആ ഉദ്യോഗം നിർവഹിച്ചാൽ മതി ക്രൈസ്തവ വൈദികരെ മതമാറ്റത്തിന് പ്രേരിപ്പിച്ചവരായി കണക്കാക്കി കേസെടുക്കുവാനും കുറ്റക്കാരെന്ന് വിധിച്ച് ജീവപര്യന്തം തുറുങ്കിലടയ്ക്കുവാനും. ഉത്തരാഖണ്ഡിന്റെ നിയമം ലക്ഷ്യം വെക്കുന്നത് അതിനാണ്. ഭയാനക വർഗീയ നിയമ സാഹചര്യം മനുഷ്യജീവനും സ്വത്തിനും വളർച്ചയ്ക്കും വെല്ലുവിളി ഉയർത്താത്ത ആശയത്തോടെ പ്രവർത്തിക്കുന്ന ഏതു മതവും സ്വീകരിക്കുവാനും തള്ളാനും പ്രബോധനം ചെയ്യാനുമുള്ള സാർവത്രികമായ അടിസ്ഥാന മനുഷ്യാവകാശമാണ് വർഗീയവാദികൾ നിഷേധിക്കുവാൻ ശ്രമിക്കുന്നത്. അവർ അടിച്ചേൽപ്പിക്കുന്നത് സുവിശേഷം പറയുന്നവരെയും വേദപാഠവും പ്രാർത്ഥനയും പഠിപ്പിക്കുന്നവരെയും ജ്ഞാനസ്നാന കുദാശ നൽകുന്നവരെയും തുറുങ്കിലടയ്ക്കാനുള്ള മതാവകാശ മാരണ നിയമം, ക്രൈസ്തവ വിശ്വാസ പ്രഘോഷണം തടയാനുള്ള നീക്കം. ജ്ഞാനസ്നാനം നൽകുന്ന കാർമ്മികന്റെ മാത്രം അവകാശമോ സ്വാതന്ത്ര്യമോ അല്ല ഇതുവഴി നിഷേധിക്കുന്നത്. ക്രൈസ്തവ സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആദിവാസികളെ പോലുള്ളവരുടെ അവകാശവും ഏകപക്ഷീയമായി നിഷേധിക്കുകയാണ്. ദളിതരെയും ആദിവാസികളെയും
ഗോത്രവർഗക്കാരെയും മനുഷ്യരായി പോലും കണക്കാക്കാത്ത തീവ്ര ഹിന്ദുത്വ ജനാധിപത്യ വാദികൾ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും അടിമത്ത സമ്പ്രദായം നിലനിർത്തിയിരുന്നവരാണെന്നത് ആര് മറക്കും? അടിയന്തരാവസ്ഥയെ 1000 നാവ് കൊണ്ട് ആക്ഷേപിച്ച് ജനാവകാശ കഥാനുകായികൾ ചമയുന്നവരുടെ ജാതി പരിസരത്ത് നിലനിന്ന അടിമത്ത സമ്പ്രദായം നിരോധിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് 20 ദിന പരിപാടി നടപ്പാക്കിയ ഇന്ദിരാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ പോലും തോട്ടിപ്പണി സമ്പ്രദായം നിലനിർത്തിയതും അധസ്ഥിതരായ ഒരു വിഭാഗത്തെ തങ്ങളുടെ ശാരീരിക മാലിന്യം ചുമക്കുന്നവരാക്കിയതും ക്രൈസ്തവ മിഷണറിമാരെ തുറുങ്കിലടക്കാൻ തിടുക്കപ്പെടുന്ന അതേ ഗണം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ചിലർക്കും ഉത്തരേന്ത്യയിൽ അധസ്ഥിതർ വെളിച്ചം കാണുന്നത് സഹിക്കുന്നില്ല. വിഗതകുമാരൻ എന്ന സിനിമയെ കുറിച്ചുള്ള കഥയിലൂടെ JC ഡാനിയലിന്റെ ജീവിത കഥയിലൂടെ കേരളം മനസ്സിലാക്കിയ അതേ മനോഭാവം. ഉത്തരാഖണ്ഡിന്റെ ഉദ്ദിഷ്ട നിയമം ഭൂഗോളത്തിലെ മറ്റൊരു മനുഷ്യാവകാശ നിഷേധക രാജ്യമെന്ന സ്ഥാനത്തേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ മോഹിക്കുന്നവരുടെ നിയമമാണ്. യൂറോപ്പിലും അമേരിക്കയിലും ക്രൈസ്തവ സംസ്കാരമുള്ള രാജ്യങ്ങളിൽ ഏതിലും ഹൈന്ദവ മതം പ്രചരിപ്പിക്കുവാനും ക്ഷേത്രങ്ങൾ പണിയാനുമുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവർക്ക് ഇന്ത്യയിൽ ആരും മതം മാറാൻ പാടില്ല പോലും. ക്രൈസ്തവരെ സംബന്ധിച്ച് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി പ്രസംഗത്തിൽ നിന്നും എന്ന വിശുദ്ധ ഗ്രന്ഥ സൂചന പ്രവർത്തന പാഠമാണ്. അതിനാൽ ലോകമെങ്ങുമുള്ള സൃഷ്ടികളോട് സുവിശേഷം പറയാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പേരിൽ അവർ നേരിടുന്ന ത്യാഗവും സഹനവുമാണ് മറ്റുള്ളവർക്ക് രക്ഷയെ പകരുന്ന ശക്തി. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തു വഹിച്ച പീഡകളുടെ കുറവ് നികത്തുന്ന അഥവാ ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരുന്ന പ്രവൃത്തി. കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവന്റെ ഇടത്തേക്ക് കടന്നുകയറി ബലാൽ സുവിശേഷം കേൾപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്ന ധാരണ ക്രൈസ്തവർക്കില്ല. അതിനെ അംഗീകരിക്കുന്നുമില്ല. അതേസമയം ദൈവസ്വരത്തെ തടുക്കാൻ ശ്രമിക്കുന്നവരുടെ ഭോഷത്വമല്ല തങ്ങളെ വിളിക്കുകയും അയക്കുകയും ചെയ്തവന്റെ സ്വരമാണ് ലോകത്തെ വിധിക്കുക എന്ന ബോധ്യം ക്രൈസ്തവർക്കുണ്ട്. ജീവനും സ്വാതന്ത്ര്യവും ഉള്ള കാലത്തോളം സകല ലോകത്തിന്റെയും വഴിയും സത്യവും ജീവനുമായവനെ പ്രഘോഷിക്കാതിരിക്കാൻ ക്രൈസ്തവ പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും? അത് ദൈവിക ജീവൻ പങ്കുവെക്കാനുള്ള അവരുടെ ഉൾപ്രേരണയാണ്. വർഗീയ ശക്തികൾക്ക് അതിനെ തടയാൻ കഴിയില്ല. കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച ഇതേ സമയം.